ആഹാ, അപ്പൊ ഇത്രയും നേരം ഒറ്റയ്ക്ക് മാറിയെന്ന് കരയായിരുന്നു അച്ഛാ എന്റെ പുന്നാരമോള് അല്ലടി? ബാംഗ്ലൂരിൽ നിന്ന് ARK അങ്കിൾ വിളിച്ചിരുന്നു. അമ്മ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പുറപ്പെടുന്നു. വാട്ട് അബൌട്ട് യു? നാളെ തന്നെ തിരിച്ചു പോകണോ നിനക്ക്? ബാക്ക് ടു ഡൽഹി? വേണ്ട, ചെല്ലുന്നില്ലെന്ന് ഞാൻ മെസ്സേജ് കൊടുത്തു. നന്നായി. തൽക്കാലം നീയെങ്കിലും ഇവിടെ ഉള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും അമ്മോന്. ചന്ദ്രേട്ടാ, വൈകിക്കണ്ട. മോളെ അമ്മു, കണ്ടോളൻസസ് മോളെ, കണ്ടോളൻസസ്. കരയല്ലേ മോളെ, ഒക്കെ ഓരോരോ ദൈവഹിതം. അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ. കഷ്ടം. കേട്ടോ മോളെ, ഇന്നലെ കാലത്തും രണ്ടുപേരെ ചെന്ന് ജീവനോടെ കണ്ടതായിരുന്നു വിക്ടറങ്കിൾ. സാറിനെയും മോളുടെ അമ്മച്ചിയെയും. എന്തിന്? ഇന്നലെ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ പിരിയുമ്പോഴും എന്നോട് പറയായിരുന്നു സാറ്, വിക്ടറെ, ആരും ഒരു കമ്പനി ഇല്ലാതെ ഒറ്റക്കിരുന്ന് മടുത്തടോ. നേരമുണ്ടെങ്കിൽ നീ ഒരുത്തനെങ്കിലും വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങ്. TV-യിൽ മോളുടെ പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് കാണാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാന്നൊക്കെ. പക്ഷെ ഉടയമ്പര അനുവദിച്ചില്ല മോളെ. അതെങ്ങനെ? നരകം പിടിക്കാനായിട്ട് അന്നേരം തന്നെ ഇവിടെ ഒരു ഒടുക്കത്തെ കോൾ ത്രൂ ചെയ്ത് തന്നിട്ട് സംഭവം നടക്കുന്ന കൃത്യസമയത്ത് അബുദാബിയിൽ ഒരു മീറ്റിംഗ് ചെന്ന് മാട്ടിപ്പോയി മോളെ അങ്കിള്. ആ നേരത്ത് അങ്കിൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ, സംഭവിക്കില്ലായിരുന്നു. വിക്ടർ പ്ലീസ്, ഷീ ഹാസ് ടു ഗോ. അതെ, അമ്മു മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്നതാ വിക്ടറും. കമോൺ ബെറ്റി, മാഡത്തിന് റിസീവ് ചെയ്യും. യൂസഫ്, ആ കുട്ടിയുടെ പെട്ടി പ്രമാണോട് തന്റെ കാറി കയറ്റി. ദേ അങ്കിള് കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, കേറിക്കോ, പോവാ. എന്താ പോണോ നിനക്ക്? അമ്മ നമ്മുടെ കൂടെ പോന്നോളൂ. അയ്യടി, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ പോന്നോളും. പുല്ല്. അതെ, ഞാൻ ഒരുത്തരം കണ്ടിട്ടില്ല, ഒരു പുല്ലനെ കണ്ടിട്ടില്ല. സ്വാമിനാഥൻ സാറിന്റെ കൂടെ ചൊറിഞ്ഞും പറഞ്ഞും പറ്റിക്കൂടി നിന്നിട്ട് കൊടുക്കാം. കൊലയോടെ വലിപ്പിച്ചോണ്ട് പോയ ഒരുപാട് പേരുണ്ട് ദുബായില്. കേട്ടോ മോളെ, എന്നിട്ടൊടുവിൽ കഷ്ടകാല സമയത്ത് ഈ വിക്ടർ ഒരുത്തനെ കൊണ്ടല്ലാതെ ഒരു വട്ട് സോഡയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല മോളുടെ അച്ഛന്. ഒരുത്തനെ കൊണ്ടും ഇവിടെ നിൽക്കുന്ന ഒരു പട്ടിയെ കൊണ്ടും. എടോ വിക്ടർ, ഒന്നും മതിയാക്ക്. മാറിയിക്കണോ നായരെ. എന്നിട്ടിപ്പോ ചത്ത് കിടക്കുന്നവരുടെ ചവടുപ്പിക്കാനാള്, ബോഡി ഒപ്പിട്ട് വാങ്ങാനാള്, മോള് വന്നിറങ്ങുമ്പോ എഴുന്നള്ളിക്കാനാള്, കണ്ണീര് തുടപ്പിക്കുന്നു, മിഞ്ഞാ കുടിപ്പിക്കുന്നു. ആഹാ, എന്നാ പറ്റി സാറേ? പെങ്കൊച്ചു കയറി അങ്ങ് കൊഴുത്തുമുഴുത്തില്ലോന്ന് കണ്ടിട്ടായിരിക്കും സാറിപ്പോ ഒരുമാതിരി മിണുമിണാന്ന്. ആളറിഞ്ഞ് തരമറിഞ്ഞ് അവസരം അറിഞ്ഞു വേണം സംസാരിക്കാൻ, കേട്ടോ?
നീ എന്താ തനിച്ച്? ആലീസിനെ കൊണ്ട് വിളിക്കായിരുന്നില്ലേ ഒരു കൂട്ടിന്? ഒരുപാട് നേരം വരുന്നിങ്ങനെ ആലോചിച്ച് പോയാല് പിന്നെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിലുണ്ടെങ്കിലും തനിച്ചായിപ്പോയി, ഒറ്റക്കായിപ്പോയി എന്നൊരു തോന്നൽ വന്നു പോകും നിനക്ക്. വാ നടക്ക്. എന്നിട്ടിന്ന് വക്കീൽ എന്താ പറഞ്ഞത് നീ ചെന്ന് കണ്ടപ്പോ? മരിക്കുന്നതിന്റെ അന്നും പറഞ്ഞിരുന്നു അച്ഛൻ വക്കീലിനോട് കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്ത് ബാക്കിയുള്ളത് മുഴുവൻ എന്റെയും വരമുദ്രയിലെ കുഞ്ഞുങ്ങളുടെയും പേരിൽ എഴുതി വെക്കണം. അച്ഛനും അമ്മയ്ക്കും ബാംഗ്ലൂരിലേക്ക് പോരണം, എന്റെയും കുട്ടികളുടെയും ഒപ്പം വന്ന് താമസിക്കണം എന്നൊക്കെ. അല്ല, പറയുന്നൊരു ടോണ് കേട്ടാ തോന്നും ഒരുപാട് മക്കളെ പെറ്റുകൂട്ടിയ ഒരു തള്ളച്ചിയാണ് നീന്ന്. മൊത്തം ലയബിലിറ്റീസ് എത്രയാണെന്നൊരു കണക്ക് തിട്ടപ്പെടുത്താൻ ചന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏറിയാൽ ഒരാഴ്ച. എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പണം എവിടെ നിന്ന് വരുന്നുവെന്ന് നീ അന്വേഷിക്കണ്ട. കടങ്ങൾ വീട്ടിട്ട് നിനക്ക് തിരിച്ചു പോകണം. ബാക്ക് ടു ബാംഗ്ലൂർ. പ്ലീസ്, അച്ഛന്റെ സ്ഥാനത്ത് രവിച്ചായനായിരുന്നെങ്കിൽ പഴയ സഹായങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് എല്ലാം ഏറ്റെടുക്കാൻ സമ്മതിക്കുമായിരുന്നോ? മറ്റാരെങ്കിലും, എത്ര അടുപ്പമുള്ള ആളായാലും അഥവാ ആരെങ്കിലും വെച്ച് നീട്ടിയാൽ തന്നെ വാങ്ങുമായിരുന്നു രവിച്ചായൻ. അത് ഫൈറ്റ് ചെയ്യൂ അവസാനം വരെ, until the end. എവിടുന്നോ എടുത്തു വളർത്തി ഇത്രയുമൊക്കെ സ്നേഹം തന്നിട്ടും എന്റെ ഡാൻസ് കരിയർ, പ്രോഗ്രാംസ്, അനാഥ കുട്ടികൾ, അങ്ങനെ ഓരോരോ പേരും പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കയ്യെത്താ ദൂരത്ത് തന്നെയായിരുന്നു ഞാൻ. പലപ്പോഴും കാണാഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പരാതി പറഞ്ഞിട്ടില്ല രണ്ടാളും ഒരിക്കലും. പക്ഷെ ഇന്നിപ്പോ മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത പോലെ തോന്നിപ്പോകുന്നു എനിക്ക്. എല്ലാം ഏറ്റെടുക്കാൻ എനിക്കൊരു കടപ്പാടുണ്ട് അവരോടെന്ന്. പ്ലീസ്, രവിച്ചായന്റെ പണമല്ല, സപ്പോർട്ട്, അത് മതി, അത് വേണം എനിക്ക്. തൽക്കാലം ബാംഗ്ലൂരിലെ വരമുദ്രയിലെ കാര്യങ്ങൾ നോക്കാൻ കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ചു കാലത്തേക്കൊക്കെ they will manage. പിന്നെ പാവം കുട്ടികള്, അവരെന്നെ മിസ് ചെയ്യും, എനിക്ക് അവരെ മിസ് ചെയ്യും. പക്ഷെ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എനിക്ക്. ഇച്ചായ, ഇച്ചായ, ഏയ് എന്തു പറ്റി? ഇച്ചായൻ എന്താ ഭയങ്കര ഒരു ബലത്തില്? എവിടെ അമ്മു? So that's it. അമ്മൂനെ അന്വേഷിക്കാനെന്നും പറഞ്ഞോണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന മട്ട് കണ്ടപ്പോഴേ വിചാരിച്ചതാ ഞാൻ, ഈ പുള്ളിക്കാരൻ ഇതിനെ കരയിച്ചിട്ട് അടങ്ങത്തുള്ളൂന്ന്. ഇറ്റ്സ് ടു ബാഡ്. ആലിസ്, തൽക്കാലം നീ ഡൽഹിക്ക് തിരിച്ചു പോകുന്നില്ല, കുറഞ്ഞതൊരു 2 ആഴ്ചത്തേക്ക്. I'll tell you when to go back. ഇച്ചായ, അമ്മ ഇവിടെ ഉണ്ടാവും കുറച്ച് നാളത്തേക്ക് ഈ വീട്ടില്. രവിച്ചായ, ലുക്ക്, ഞാൻ നോ, ഡോണ്ട് സേ നോ. ഇച്ചായ, don't say no. ആ അമ്മു, ബാങ്കിലും പിന്നെ പലരുടെ കയ്യിലും ഒക്കെ ആയിട്ട് പെട്ടുകിടന്ന ഷെയർസും ഡോക്യുമെന്റ്സും ഒക്കെ ഇതില് തന്റെ അച്ഛന്റെ വക ഒക്കെ പണം അടച്ച് റിലീസ് ചെയ്യിക്കാൻ പറഞ്ഞിരുന്നു രവി. ഒറിജിനൽസ് ഒക്കെ വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അമ്മുവിന്റെയും ബാംഗ്ലൂരിലെ കുട്ടികളുടെ പേരിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട്. വാങ്ങിച്ചോളൂ. വെറും 1.25 മില്യന്റെ കാര്യമല്ലേ ഉള്ളു ബായി. തരാന്ന്. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ശരി, അയ്യനാ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞില്ലേ പുല്ല്. പരാ. യെസ്, ഗുഡ് ഈവനിങ് ബോസ്. പിന്നെ എങ്ങനെയുണ്ട് ഗേൾസ്? ഓൾ കജമജ? യെസ് ബോസ്. പാർട്ടി പട്ടാജിയുടെ ആണെങ്കിലും പെങ്കൊച്ചുങ്ങളെ നമ്മളേറ്റതാ. മാനം കെടുത്തിയേക്കല്ലേ? ഓക്കെ ബോസ്. अरे भट्टा जी आया नहीं क्या अभी तक?
എന്റെ പൊന്ന് സേഡ്ജി, ഈ ഒടയമ്പരാനുണ്ടല്ലോ, ഒടയമ്പരാൻ, ഗോഡ് ഗോഡ്, ആ പുള്ളിക്കാരനെ പറ്റി പറയുന്നത് പോലെ ഭട്ടാജിയുടെ കാര്യം. ചിലപ്പോ കിടന്ന് മുട്ടിപ്പായി വിളിച്ചാ പോലും കാണുകയല്ല. ചിലപ്പോ ചുമ്മാ മനസ്സിലൊന്ന് വിചാരിച്ചാ മതി, അപ്പ പ്രത്യക്ഷപ്പെട്ടുകളയും. അതാ ഭട്ടാജി. नमस्ते भट्टाजी. नमस्ते भट्टाजी. Welcome everybody. Welcome to my party. No, we welcome you, Bhattaji. We welcome you. Come on, follow me. Come on, come on. ഇച്ചായ, call for you. बॉम्बे. അതെ. हाँ पापा बोलिए. Ravi, dance with me. You. തങ്കക്കിണ്ണം വീഞ്ഞു പെയ്യുന്നു, ഷാജഹാനായി ഞാനീ രാവിൽ ചാരി നിൽക്കുന്നു. നെയ്തരാമ്പൽ കണ്ണിൽ നീന്താം, നിന്റെ നെഞ്ചിൽ ഷഹനായി നീട്ടാം, മുമ്പിലെത്തുന്നുണ്ടാതീകം. നെയ്തരാമ്പൽ കണ്ണിൽ നീന്താം, നിന്റെ നെഞ്ചിൽ ഷഹനായി നീട്ടാം, മുമ്പിലെത്തുന്നുണ്ടാതീകം. ഹിലാലിൻ തങ്കക്കിണ്ണം വീഞ്ഞു പെയ്യുന്നു, ഷാജഹാനായി ഞാനീ രാവിൽ ചാരി നിൽക്കുന്നു. നെയ്തരാമ്പൽ കണ്ണിൽ നീന്താം, നിന്റെ നെഞ്ചിൽ ഷഹനായി നീട്ടാം, മുമ്പിലെത്തുന്നുണ്ടാതീകം. നിന്നെ മാത്രം തേടും ഞാൻ, നിന്നെ മാത്രം തേടും ഞാൻ, നിൻ കൊലുസായി കൊള്ളും ഞാൻ, നിൻ സരോദായി പാടും ഞാൻ. ഹിലാലിൻ തങ്കക്കിണ്ണം വീഞ്ഞു പെയ്യുന്നു, ഷാജഹാനായി ഞാനീ രാവിൽ ചാരി നിൽക്കുന്നു.
കത്തുടുക്കുമ്പോൾ മുന്തിരിത്തെ കനകം പോലെ മിഴിപിടഞ്ഞപ്പോൾ തങ്കക്കിണ്ണം വീഞ്ഞു പെയ്യുന്നു ഷാജഹാനായി ഞാനീരാവിൽ ചാരി നീക്കുന്നു നെയ്തരാം കണ്ണിൽ നീന്താം നിന്റെ നെഞ്ചിൽ ഷഹറായി വീട്ടാം മുട്ടിലെത്തും പട്ടാച്ചി ഇറങ്ങി പടി ഏയ്, നിന്നെ ഇവിടെ കാണാൻ പാടില്ല എന്റെ കൂടെ നിക്കൽ ജാസേ മട്ടാജി ओए किधर जा रहे तुम लोग हाँ? अबे रतन गो बैक हरी अप वरणम मेजर साहब वेलकम टू माय पार्टी अरे देख विदाउट इनविटेशन आता है हमारी पार्टी में फिर भी हम इसे अपना ऑनरेबल गेस्ट मानते हैं ദിസ് ഈസ് മൈ പ്രസന്റ് ഫോർ യു ലോ अरे ये कौन अंजलि बख्तियार ओ भगवान इतंगने इवलंगने वन्नु मेजरते कुड़े व्हाट अ सरप्राइज मैन ഇതിലങ്ങനെ വലിയ പെരുത്ത അത്ഭുതമൊന്നും സംഭവിക്കാനില്ല കൃഷ്ണനാരായൺ പട്ട. വേണമെങ്കിൽ നിന്റെ പഴയ പെഷാവർ സുഹൃത്തില്ലേ, പഴയ സെൻട്രൽ സെക്രട്ടറി മാഡം അഞ്ജന ഭക്തിയാർ, ഇവിടെ അമ്മ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഷീ വിൽ ടെൽ യു. ഒരു തവണ അവിടെ പറഞ്ഞു തരും നിനക്ക് അവര് ഇവളെന്താ ഇവിടെ എന്ന്. अरे क्या इंटेलिजेंट है वाह എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് മേജറിന്റെ ഈ വരവ് അല്ലേ? ओके ओके छोड़ो इन बातों को एप्पा इंडा पार्टी स्पॉइल आकर आज सिर्फ मजा करने का दिन है कम ऑन जॉइन अस मेजर करना कुड़ी कैन समथिंग रियली हॉट अरे गेट मेजर साहब द बेस्ट ड्रिंक ऑफ द डे तू तो ज्यादा नाटक कर रहा है कृष्णनारायण भट्टा, बहुत ज्यादा नाटक कर रहा है. क्या क्या बोला मेजर ഒരുപാട് നാടകം കളി വേണ്ടെന്ന്. ये क्या कर रहा है तू समझ में नहीं आ रहा मेजर साहब टेल मी वन थिंग व्हाट डू यू वांट नाउ Look, I just want to tell you that you are an idiot. क्या അതേടാ, ആദ്യം പോർട്ടില് എല്ലാം പിടിച്ചടക്കാൻ നീ അയച്ച കൂലിത്തലുകാരൻ മൻസൂർ, ഹി പ്രൂവ്ഡ് എ കവർഡ്. പിന്നെ ഇപ്പൊ ഇവള് അഞ്ജലി ഭക്തിയാർ, ഇവളെ ഒരു സുന്ദരി തടമ്പിനെ അങ്ങോട്ട് വേഷം കെട്ടി ചയച്ചാൽ എന്റെ ബിസിനസ് രഹസ്യങ്ങൾ അപ്പാടെ ചോർത്തിയെടുത്ത് വെട്ടി വിഴുങ്ങിക്കളയാമെന്ന് സ്വപ്നം കണ്ട നീ ഒരു ഒന്നാം തരം വിട്ടി. ബേവഖൂഫ് ടു ദ കോർ. സോ ഇനി ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോ ട്രൈ സംതിങ് ബെറ്റർ, ട്രൈ സംതിങ് ബ്രില്യന്റ്. ഓക്കെ? ऐसे कैसे जाएगा तू हैं? सिर्फ बात ही करता और कुछ नहीं करता हैं? मारेगा नहीं मुझको ये मारेगा नहीं हैं? ये मारेगा नहीं अरे देख डरता है ये अरे रतन देख मैं परमिशन दिया इसको लेकिन फिर भी नहीं मारता है ये चल चल get lost हट कुत्ते गोली में चलाना हट पीछे हट 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 अभी तुम डरता है ना? देखो കൃഷ്ണനാരായൺ ഭട്ട, പണ്ട് ബോംബെയിൽ നിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായിരുന്ന ചോട്ടാ ഷംഷീർ ഒരു ഒറ്റവെടി തോക്കിങ്ങനെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചിട്ട് പന്നി ചുട്ടുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ഒരു സാമ്രാജ്യം വെച്ചൊഴിഞ്ഞ് നാട് വിട്ട് ഓടിപ്പോന്നവനാ നീ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മറുരാജ്യത്ത് അഭയാർത്ഥിയായി കടന്നുകൂടിയിട്ട് ഇവിടെ ഇരുന്നൂടെ ചെമ്പൂരും മാട്ടുങ്കയും ധാരാവിയും അടക്കി വാഴുന്നു എന്ന് വീമ്പിടക്കുന്ന നിന്നെ കാണുമ്പോ ഐ കൻ സീ ത്രൂ യു. ഐ കൻ സീ ദാറ്റ് യു ആർ സ്കേർഡ് ആൻഡ് ദാറ്റ് യു ആർ സ്റ്റിൽ ടു പ്യൂണി. ഇനി വേണമെങ്കിൽ നിനക്കെന്നെ ഷൂട്ട് ചെയ്യാം. നേർക്ക് നേരെയല്ല, ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോ ഏതൊരു ഭീരുവും ചെയ്യാൻ ധൈര്യപ്പെടുന്നത് പോലെ യു ക്യാൻ ഷൂട്ട് മീ ഫ്രം ബിഹൈൻഡ്. നിനക്കെന്നെ പിന്നെ വെടിവെക്കാം. ഡു ദാറ്റ് അറ്റ് ലീസ്റ്റ് ഇഫ് യു ഡെയർ.
You like him? You like him? Do you really like him? You like him? Well, I don't know. You idiot! You bloody, you like him! Let me say!